ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം കാണിക്കുന്നത് കനകയുടെ വീടാണ്. അവിടെ ഗോവിന്ദൻ ജോലി ചെയ്യുമ്പോൾ നയനയും അച്ഛനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട്. എന്നിട്ട് നവ്യ നയനയോട് ചോദിക്കുന്നുണ്ട്, നിന്നെ കല്യാണം കഴിച്ചത് അച്ഛനെ സഹായിക്കാനല്ല, ഭർത്താവിനെ സഹായിക്കാനാണ്. പിന്നെ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ നിൽക്കുന്നത് ചേച്ചിക്ക് അത്ര വലിയ പ്രശ്നമായോ? അല്ല, നീയും നിൻ്റെ അമ്മായിയമ്മയും തമ്മിലാണല്ലോ പ്രശ്നം. അപ്പോൾ നിനക്ക് ഓഫീസിൽ പോയിക്കൂടെ? ഗോവിന്ദൻ അപ്പോൾ പറയുന്നുണ്ട്, ഞാനും അത് പറഞ്ഞതാ മോളെ. പിന്നെ നയന പറയുന്നുണ്ട്, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയിക്കോളാം. അപ്പോഴേക്കും കനക എല്ലാവർക്കുമുള്ള ചായയുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് കനക പറയുന്നുണ്ട്, ആദർശ് മോൻ മാറിയില്ലേ? ഇനി ആദർശ് മോൻ്റെ അമ്മയും മാറണം, എന്നിട്ടേ നീ അനന്തപുരിയിലേക്ക് പോവേണ്ടതുള്ളൂ. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മ മാറുകയൊന്നും വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കനക പറയുന്നുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് ആരോടും സ്നേഹമില്ല, അതുപോലെയല്ല ഇവളുടെ അമ്മായിയമ്മയ്ക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സുള്ളവരാണ്. നയനമോളോട് മാത്രമാണ് ഈ അവഗണന. മാത്രമല്ല നയനമോൾ അവർക്ക് ചെയ്ത സഹായം ചെറുതൊന്നുമല്ല. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അത് അവർക്കറിയില്ലല്ലോ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അവർക്കറിയില്ലെങ്കിലും അറിയാവുന്നവർ ആ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ അവർ ആദർശിൻ്റെ അമ്മയെ പറഞ്ഞ് തിരുത്തണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ആദർശ് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല ഇവളെ അങ്ങോട്ടേക്ക് വിടുന്ന കാര്യം എന്തായി? അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, മോൻ്റെ ഭാര്യയല്ലേ, മോൻ എപ്പോൾ വേണമെങ്കിലും അവളെ വിളിച്ചു കൊണ്ടുപോകാമല്ലോ. ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ കനക പറയുന്നുണ്ട്, മോനോട് ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചോട്ടെ? മോൻ ഈ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ മോനോട് വളരെ മോശമായി പെരുമാറിയാൽ പിന്നെ മോൻ ഈ വീട്ടിൽ വരുമോ? പോട്ടെ, മോൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും വരുമോ? ഞങ്ങൾ ചടങ്ങിന് വേണ്ടി മോൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു ചെറിയ മാന്യതയെങ്കിലും മോൻ്റെ അമ്മയ്ക്ക് നയനയോട് കാണിക്കാമായിരുന്നു. ജീവിതത്തിൽ ഒരു പെൺകുട്ടിയും ചെയ്യാത്ത സഹായമാണ് മോൻ്റെ അമ്മയ്ക്ക് നയനമോൾ ചെയ്തത്. അതിനിടയ്ക്ക് നയന പറയുന്നുണ്ട്, ചെയ്ത കാര്യം എന്തിനാ അമ്മ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, വിളിച്ചു പറയുന്നതല്ലല്ലോ നയനെ, ഇതൊക്കെ സത്യമുള്ള കാര്യമല്ലേ. അമ്മായി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അനാമികയാണ്. അവൾക്ക് വേണമെങ്കിൽ സഹായിക്കാമായിരുന്നില്ലേ? എന്നിട്ട് അവൾ സഹായിച്ചോ? അപ്പോൾ കനക പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആകെ വിഷമത്തില്ല മോനെ. ഇനി അങ്ങോട്ട് വരാനും 7-ാം മാസത്തിൽ സംഭവിച്ചതുപോലെ ഒക്കെ പലതും കാണാനൊന്നും വയ്യ. പിന്നെ ഗോവിന്ദനും പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു ഡിമാൻഡും ഒന്നുമില്ല മോനെ, മോൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അതല്ല മോളെ പുറത്തു കൊണ്ട് പോയി താമസിപ്പിക്കണമെങ്കിൽ അങ്ങനെയുമാകാം. അതിനിടയ്ക്ക് കനകയും പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് പെൺവീട്ടുകാരെ പോലെ മകളെയും മരുമോനെയും സ്വന്തം കുടുംബത്തിൽ നിന്ന് വേർപെടുത്താൻ വേണ്ടിയിട്ടല്ല ഞങ്ങളിത് പറയുന്നത്. ഞങ്ങൾക്ക് നയനമോളോടുള്ള മോൻ്റെ അമ്മയുടെ പെരുമാറ്റത്തിൽ നല്ല വിഷമമുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അപ്പോൾ ഗോവിന്ദൻ നയനയോട് പറയുന്നുണ്ട്, മോള് പോയിക്കോ, പിന്നെ ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി. മോൾ അവിടെ താമസിച്ചോ? മോൾ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടല്ലേ ഞങ്ങൾക്കും അങ്ങോട്ടേക്ക് വരേണ്ടി വരുന്നത്, ഓരോരോ ചടങ്ങിന് പങ്കെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന ചടങ്ങിനൊന്നും ഇനി അച്ഛനും അമ്മയും പങ്കെടുക്കില്ലേ എന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. അപ്പോൾ കനകയും പറയുന്നുണ്ട്, അതുതന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ തീരുമാനം. പിന്നെ നയനയും പറയുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നുകൊള്ളാം ആദർശേട്ട എന്ന്. അപ്പോൾ ആദർശിന് ചെറുങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ നിനക്ക് തോന്നുമ്പോൾ കയറി വരാനുള്ള വീടാണോ അത്? അമ്മ മാറാൻ ബുദ്ധിമുട്ടാണ്. ഒരു മകൻ എന്ന നിലയിൽ അമ്മയെ പറഞ്ഞ് തിരുത്താനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അവിടെ കൃത്യമായ നിലപാടെടുക്കേണ്ടത് നീയാണ്. എന്നിട്ട് ആദർശ് പിന്നെയും ചോദിക്കുന്നുണ്ട്, നയനെ നിൻ്റെ തീരുമാനം എന്താ? അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞില്ലേ ആദർശേട്ടാ? അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എപ്പോൾ? നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛൻ്റെയും അമ്മയുടെയും അഭിപ്രായം അറിഞ്ഞിട്ടാ നീ നിൻ്റെ തീരുമാനം പറയാത്തത്. മനുഷ്യർ തമ്മിൽ ഒരു വാശിയും വൈരാഗ്യവും ഉണ്ടാക്കാത്തതാണ് നല്ലത്. പലപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യാത്തത് കൊണ്ടാണ് പല ബന്ധങ്ങളും ഇല്ലാതായി പോകുന്നത്. ഞാനെന്തായാലും അമ്മയോട് നിങ്ങൾ സംസാരിച്ചതിനെ പറ്റിയൊക്കെ പറയാം. അമ്മയുടെ ഭാഗത്ത് തെറ്റില്ല എന്നൊന്നും ഞാൻ പറയില്ല. എങ്കിലും ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയാൽ അതുകൊണ്ട് തകരുന്നത് സ്വന്തം മകളുടെ ജീവിതമാണ്. അച്ഛനും അമ്മയും അത് ഓർത്താൽ കൊള്ളാമെന്ന് പറയുന്നുണ്ട് ആദർശ്. ഞാനില്ലാതെ ഇവൾക്കോ ഇവളില്ലാതെ എനിക്കോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഞങ്ങൾ 2 പേരും മനസ്സിലാക്കിയ സത്യമാണ്. പക്ഷേ അതിനിടയിൽ നിൽക്കുന്നവർ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതും പറഞ്ഞ് പോകാനൊരുങ്ങിയ ആദർശിനോട് ഗോവിന്ദൻ പറയുന്നുണ്ട്, മോനെടുത്തു തന്ന വീടാണിത്, വേണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തരാനും തയ്യാറാണ്.
അതിന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആദർശ്. അപ്പോൾ കനക പറയുന്നുണ്ട്, മോൻ വന്ന് വിളിച്ചപ്പോൾ ഇവൾ വന്നില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറിത്തരേണ്ടത് ഒരു സാമാന്യ മര്യാദയല്ലേ മോനെ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നമ്മൾ അതേപ്പറ്റിയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവൾ എൻ്റെ കൂടെ വന്നാലും വന്നില്ലെങ്കിലും ഇവൾ എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് നമ്മുടെ ഈ സംസാരവും ചർച്ചയും മറ്റു വഴിക്ക് പോകേണ്ട ആവശ്യമില്ല. അതും പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നവ്യ പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ ആദർശേട്ടനോട് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗോവിന്ദൻ പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് താണു വണങ്ങിയുമൊക്കെയാണ് നിൽക്കുന്നത്, അത് ഞങ്ങളുടെ മര്യാദ, അത് കുറച്ചെങ്കിലും ആദർശിൻ്റെ അമ്മ മനസ്സിലാക്കണ്ടേ? എന്നിട്ട് നവ്യ നയനയോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, മോള് വേണമെങ്കിൽ പോയിക്കോളൂ. അപ്പോൾ നയന പറയുന്നുണ്ട് ഇല്ല, എനിക്ക് എല്ലാവരും വേണം, ഇതിന് വ്യക്തമായ ഒരു തീരുമാനം ആദർശേട്ടൻ്റെ അമ്മ തന്നെ ഉണ്ടാക്കട്ടെ. അപ്പോൾ കനക പറയുന്നുണ്ട്, അത്രയേ ഞങ്ങളും ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയെയാണ്. ദേവയാനി ആദർശ് വരുന്നത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആദർശ് വന്നപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്തായി മോനെ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവർ നല്ല വാശിയിൽ തന്നെയാണ്. അമ്മയും നയനയും തൻ്റെ അടുത്തോടു കൂടി എൻ്റെ കൂടെ വന്നില്ല. ഏതായാലും അവർ ചടങ്ങിന് വന്നപ്പോൾ അമ്മയ്ക്ക് കുറച്ചുകൂടി നന്നായി പെരുമാറാമായിരുന്നു. അമ്മ അവരുടെ മുമ്പിൽ കീഴടങ്ങണം, അതിനുവേണ്ടിയാണ് അവർ കളിക്കുന്നത്. ഏതായാലും എൻ്റെ അമ്മയെ തോൽപ്പിച്ച് കൊണ്ട് ഞാൻ അവളെ വിളിച്ചു കൊണ്ടുവരാനൊന്നും പോകുന്നില്ല. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ ജയവും തോൽവിയും ഒന്നും നീ നോക്കേണ്ട. പിന്നെ ആദർശ് പറയുന്നുണ്ട്, താഴേണ്ടവരുടെ മുമ്പിൽ എത്ര വേണമെങ്കിലും താഴാം, പക്ഷേ അഹങ്കാരത്തിന് മുമ്പിൽ താഴ്ന്നു കൊടുക്കാൻ എനിക്ക് പറ്റില്ലമ്മേ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്കൊന്നുമില്ല, പക്ഷേ അവസാനം ഇതിൻ്റെയൊക്കെ പഴി ഞാൻ കേൾക്കേണ്ടി വരരുത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അത് പറഞ്ഞെന്നിരിക്കും. അതും പറഞ്ഞ് ആദർശ് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ ദേവയാനി മുറിയിൽ പോയി വാതിലടച്ച് നയനയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല മോളെ, നീ ഇവിടുന്ന് മാറി നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കുവാനേ കഴിയില്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കും അങ്ങനെയാണ് അമ്മേ, എപ്പോഴും അമ്മയെ കാണണമെന്ന് തോന്നും, പെട്ടെന്ന് തന്നെ അമ്മ ഇതിനൊരു പരിഹാരം കാണണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നയന. ഇത്തരം കാര്യങ്ങളിൽ അച്ഛൻ ഇങ്ങനെ വാശി പിടിക്കാറൊന്നുമില്ലായിരുന്നു, ഇപ്പോൾ അമ്മയെക്കാളും വാശി അച്ഛനായി. ഏതായാലും ഇതെല്ലാം ഒളിച്ചു നിന്ന് കനകയും നന്ദുവും കേൾക്കുന്നുണ്ട്. അവരിങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, 1-2 ദിവസം കൂടി നമുക്ക് നോക്കാം മോളെ, അത് കഴിഞ്ഞിട്ട് വ്യക്തമായൊരു തീരുമാനം നമുക്കെടുക്കാമെന്നും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നന്ദുവും കനകയും ഗോവിന്ദനും ഇങ്ങനെ അടക്കി പിടിച്ച് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് കനക പറയുന്നുണ്ട്, കുറേ ഞങ്ങളെ കുരങ്ങ് കളിപ്പിച്ചതല്ലേ, ഇനി അമ്മയും മരുമകളും കുറച്ച് നീറട്ടെ, ആദർശിനെ പോലും പറ്റിച്ചതല്ലേ അവർ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ, നീ വിഷമിക്കുകയൊന്നും വേണ്ട, നീ വേണമെങ്കിൽ പോയിക്കോളൂ, പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് വരികയില്ല. അപ്പോൾ കനകയും പറയുന്നുണ്ട്, ഞങ്ങൾ മരിച്ചു എന്ന് വിചാരിച്ച് നീ ജീവിച്ചോളൂ. അത് കേട്ട് നയന വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, എന്തിനാമേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ ഇത്രക്കങ്ങ് വിഷയമാക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയുന്നുണ്ട്. ഏതായാലും നയന ഭയങ്കര വിഷമത്തിലാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയെയും നവ്യയെയുമാണ്. അവർ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. പുറമേ നല്ല സന്തോഷത്തിലാണ്. അഭി നവ്യയോട് പറയുന്നുണ്ട്, മോൾക്ക് എന്താ ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ വാങ്ങിക്കോ, എനിക്കിപ്പോൾ മോളോട് ഭയങ്കര ഇഷ്ടമാണ്, ഇനി മുതൽ നമ്മൾ നല്ലൊരു ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അങ്ങനെ നീ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ എൻ്റെ വയറ് മാത്രമല്ല മനസ്സും നിറയും. നിൻ്റെ സ്നേഹത്തിന് വേണ്ടി അത്രയ്ക്കും കൊതിക്കുന്നുണ്ട് ഞാൻ. ഈ ലോകത്ത് വേറെ ഒന്നും എനിക്ക് അതിനേക്കാൾ വലുതായിട്ടില്ല. ഇനിയും നീ എന്നെ സ്നേഹം നടിച്ച് പറ്റിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവയെ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഇനി ഒരിക്കലും ഞാൻ നിന്നെ പറ്റിക്കില്ല, നിനക്ക് എന്നെ വിശ്വസിക്കാം. എന്നിട്ട് അവയെ മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ ഒരു ഗതികേട്, ഒരുത്തി ഉണ്ടാക്കി വെച്ച ഒരു കുരുക്ക്. ഏതായാലും അവ ഇപ്പോഴും നവ്യയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കണോ അവിശ്വസിക്കണോ എന്നറിയാതെ നിൽക്കുകയാണ് നമ്മുടെ നവ്യ. പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി ഇങ്ങനെ സങ്കടത്തിലിരിക്കുകയാണ്. അപ്പോൾ ജയം വന്ന് ചോദിക്കുന്നുണ്ട്, താനെന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആദർശന് നല്ല വിഷമമുള്ളത് കൊണ്ടാണ് അവൻ പോയി വിളിച്ചത്. എന്നിട്ട് അവളുടെ ഒരു അഹങ്കാരം നോക്ക്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അത് നമ്മുടെ മോളുടെ അഹങ്കാരം കൊണ്ടല്ല, അവളുടെ അമ്മയുടെ അഹങ്കാരം കൊണ്ടാണ്. ഇനി മരുമകളെ അമ്മ സ്നേഹിക്കാതെ ഇനി നയന മോളെ അവർ വിടാനൊന്നും പോകുന്നില്ല. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതിന് അവർക്ക് എന്ത് അവകാശമാണുള്ളത്? അവൾ ആദർശൻ്റെ ഭാര്യയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, മോളെ വളർത്തിയ അച്ഛൻ്റെയും അമ്മയോടും അവൾക്ക് കൂറുണ്ട്, അവരെ തള്ളി
തള്ളിക്കളയാൻ ഒരു കാരണവശാലും മോള് തയ്യാറാകില്ല. ഇനി നിന്റെ തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് നയനെ വിളിച്ചു കൊണ്ടുവരികയാണ് താൻ ചെയ്യേണ്ടത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ചേട്ടാ അതിനൊരിക്കലും എനിക്ക് കഴിയില്ല, ഞാനങ്ങനെ ആരുടെ മുമ്പിലും താഴ്ന്നൊന്നും കൊടുക്കില്ല. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഈ വീടിനകത്ത് ഈ മൂകത തുടർന്നു കൊണ്ടിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു സത്യം പറഞ്ഞാൽ തനിക്ക് എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ. ഈ വീട്ടിലിപ്പോൾ നമ്മുടെ മോനും അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ തന്നെക്കാളും സ്നേഹിക്കുന്നത് നയനമോളെയാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.